ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ടൈഗർ പാർക്കിലെ ടൈഗറിനൊപ്പമുള്ള ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുള്ള ഫോട്ടോഷൂട്ടായിരുന്നു. ടൈഗറിനൊപ്പം അതിനുശേഷം മുതലക്കുഞ്ഞുങ്ങളുടെ ഒപ്പമുള്ള ഫോട്ടോ ഷൂട്ടും ഉണ്ടായിരുന്നു. അതും നല്ല എൻജോയ് ചെയ്തു അവരെല്ലാം. ശേഷം നമ്മൾ നമ്മുടെ ഹോട്ടലിൻ്റെ ചില ഹോട്ടലിൽ നിന്ന് വ്യത്യസ്ത കാഴ്ചയ്ക്കായിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇനി നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്, പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഒരു വെറൈറ്റി സംഭവമാണ് പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സാധാരണ നമ്മൾ കരയിലെല്ലാം ഷോപ്പിംഗ് ചെയ്തിട്ടല്ലേ ഉള്ളൂ. ഇത് വെള്ളത്തിലൂടെ പോയിട്ട് കടയിലേക്ക് കയറി സാധനങ്ങളെല്ലാം വാങ്ങുന്ന ഒരു സിസ്റ്റമാണ്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വശം. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് എൻട്രൻസിലൂടെ ഉള്ളിലോട്ട് കയറുമ്പോൾ അവിടെ ഉണ്ടാക്കി വെച്ച ഒരു സ്റ്റാച്ചു പോലെയാണ് ഇത് അവിടെ കാണാൻ കഴിയുന്നത്. അതിനുശേഷം നമ്മൾ അവിടുത്തെ കാഴ്ചകൾ കണ്ട് എൻട്രൻസിലൂടെ ഇറങ്ങി വരുമ്പോഴാണ് നമ്മൾക്ക് അവിടെ നല്ല വുഡൻ്റെ തറയിൽ ആണ് അവിടെ പാകിയിരിക്കുന്നത്. അതിലൂടെയാണ് നമ്മൾ നടന്നു വരുമ്പോൾ അവിടെ മെയിൻ എൻട്രൻസിൽ നമ്മൾ ഡ്രസ് ധരിച്ചുകൊണ്ട് അവിടെ ഒരു ബോയും ഒരു ഗേളും അതിനുള്ള വെൽക്കം ചെയ്ത് നിൽക്കുന്നു. അവരോടൊപ്പം ഫോട്ടോഷൂട്ടുകളെല്ലാം എടുക്കാം. അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം. ഇതാണ് ആ രണ്ട് പേർ. യാത്ര നമുക്ക് നല്ല എൻജോയ്മെൻ്റാണ് തരുന്നത്. നമുക്ക് ഈ യാത്രയിലൂടെ അങ്ങനെയുള്ള മറ്റൊരു കാഴ്ച ഇതാ വന്നു കഴിഞ്ഞു. നമ്മുടെ കണ്ണിന് കുളിർമ നൽകിക്കൊണ്ട് ഇതാ അവർ വെള്ളത്തിലൂടെ ഡാൻസ് കളിച്ച് പോകുകയാണ്. മ്യൂസിക് ബാൻഡ് സിസ്റ്റം എല്ലാം ഒക്കെ വെച്ചുകൊണ്ട്. അതിനുശേഷം അവരുടെ പിന്നാലെ കുറച്ച് വിദേശികളെല്ലാം എൻജോയ് ചെയ്ത് യാത്ര പോകുന്നുണ്ട്. അങ്ങനെ അവരും നമ്മളും എല്ലാവരും എൻജോയ് ചെയ്ത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ
ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ യാത്ര ഉള്ളിൽ ചുറ്റിക്കാണാൻ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ചില ഫോട്ടോഷൂട്ടുകളും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ളുടെ ഹൈറ്റിലുള്ള വെള്ളമാണെന്നാണ് അവർ പറഞ്ഞത്. അവിടെ ഒരു പശു കാളക്കുട്ടിയെ അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. അവർ വളർത്തുന്നതാണ് അതിൻ്റെ ഉള്ളിൽ. നല്ല ഐശ്വര്യമുള്ള കാളക്കുട്ടിയാണ്. പിന്നെ ഇതിൽ അതിനുശേഷം നമ്മൾ നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുക്കാറായിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിൽ ഇറങ്ങി അതിനുശേഷം വീണ്ടും നമ്മൾ അവിടെയൊക്കെ ഒന്ന് ചുറ്റി അവിടുത്തെ ഒരു ഫോട്ടോഷൂട്ട് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിതാ സഞ്ചരിക്കുകയാണ്. നമ്മൾ നടന്ന് സഞ്ചരിക്കുകയാണ്. അവിടെ ധാരാളം കടകളും ബേക്കറി ഐറ്റംസ്, വെറൈറ്റി കടകൾ, ഷോപ്പിംഗ്, നമ്മുടെ അവിടുത്തെ മാളിലുണ്ട്, മറ്റേ ശോഭ സിറ്റി മാളിലുണ്ട്, പിന്നെ കൊറിയുണ്ട് വലിയത്. അവിടെ ബാർഗെയിൻ ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളവിടെ തറയിലൂടെ പ്രിന്റഡ് ഷർട്ട് വെച്ച് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഷർട്ട് കട കണ്ടപ്പോൾ അവിടെ പ്രിന്റ് ചെയ്ത് ഷർട്ടുകളെല്ലാം അവിടെ ഉണ്ട്. വിലയും അതിനനുസരിച്ചുണ്ട്. അങ്ങനെ നമ്മളങ്ങനെ വീണ്ടും കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ട് ഇരിക്കുമ്പോഴാണ് നമ്മൾ അവിടെ ഒരു വെറൈറ്റി കാഴ്ച എന്ന രീതിയിൽ നമ്മൾ ആ കാഴ്ച കാണുന്നത്. ഇതാണ് ആ കാഴ്ച. അവിടെ നമ്മുടെ മുതലച്ചാരുടെ ഇറച്ചി അവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് തോക്കുകളെല്ലാം വിൽക്കുന്ന ഒരു ഏരിയയാണ് അവിടെ. റബ്ബർ ബാൻഡ് ഇട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. മുതലിറച്ചി നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് നമുക്ക് ഗ്രില്ല് ചെയ്ത് തരുന്നു. കൂട്ടത്തിൽ മുതലിറച്ചിയുടെ കൂടെ ഇതുപോലെയുള്ള നമ്മുടെ പഴുതാര, പുഴു, പിന്നെ തേള് എന്ന ഐറ്റംസുകളും അവിടെ വെറൈറ്റി ഫുഡായിട്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടുന്നതാണ്. 50 ബാത്താണ് ഓരോന്നിൻ്റെയും വില.
നല്ല വെറൈറ്റി ഫുഡുകളാണ് നമുക്ക് അവിടുന്ന് കിട്ടുന്നത്. എല്ലാവരും ഒന്ന് ചെന്ന് സാമ്പിൾ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുന്നു. വീണ്ടും കുറച്ച് ഫോട്ടോഷൂട്ടുകൾ കൂടി എടുത്തതിന് ശേഷം നമ്മൾ അവിടെയെല്ലാം വീണ്ടും പുറം ഭാഗമെല്ലാം ചുറ്റിക്കണ്ടു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് നമ്മളുടെ അടുത്ത സ്ഥലത്തേക്ക് പോകുകയാണ്. അടുത്ത എപ്പിസോഡിൽ